പഴയ കർട്ടൻസ് ഒക്കെ ഒഴിവാക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഈ ഒരു ഹുക്ക് ഉണ്ടല്ലോ അത് ഊരിയെടുത്തോട്ടാ. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ഹുക്ക് ഉണ്ടാവുക. നമുക്ക് രണ്ട് സൈഡിലേക്കും ക്ലിപ്പ് പോലെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് അതുപോലെ റിമൂവ് ചെയ്തെടുക്കാനും പറ്റും. ഇതുപോലുള്ള 9 റിങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. 3 പീസ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ 9 പീസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് വീണ്ടും ഇതുപോലെ തന്നെ ഗ്ലൂ വെച്ച് സൈഡുകളിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഈ ഒരു 3 ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡൻ സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള സ്പ്രേ ഒക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വർക്ക് കഴിയും. പിന്നെ ഇതുപോലെ ബിഗ് സൈസിലുള്ള കുറച്ച് മിറേഴ്സും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പ്രേ ഉണങ്ങാനുള്ള സമയം മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ഒരു വർക്കിൻ്റെ കുറച്ച് സമയം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു ഇത് വീട്ടിലൊക്കെ നമ്മളെല്ലാവരും കർട്ടൻസ് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ പഴയ കർട്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റിങ് കളയണ്ട കേട്ടോ. അതെന്തായാലും നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം തന്നെ സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ.